ഓ എനിക്ക് ആ ഓടിയപ്പോഴത്തേനും കഴുത്തുളിക്കുന്നു. ചേച്ചി ഇനി ഹോസ്പിറ്റലിൽ എങ്ങാനും കിടത്തി കാണൂ. അത് അതിൻ്റെ ബാക്കി. എൻ്റെ വേണേ ആ ചെറുക്കന് എപ്പോഴും ഉള്ളത് അത്. എന്തെങ്കിലും അടുത്തേ കൂടി പോയാൽ മതി തുള്ളിക്കൊണ്ട് ഓടാൻ. ഒരു പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഓടി കളിക്കും. ഓടി കളിച്ചിട്ട് കാല് തട്ടി മറിഞ്ഞ് വീണ് ചോര കണ്ടെങ്കിൽ പിന്നെ തീർന്ന്. അപ്പോഴത്തോട്ട് നിലവിളി, അമ്മയെ കാണണേ അമ്മയെ കാണണേ. പിന്നെ സാറന്മാർക്ക് ബുദ്ധിമുട്ടായ ആളയച്ച് എന്നെ വിളിപ്പിക്കണം. ആ അതേ വരുന്നുണ്ട്. മുഖം എപ്പോഴും ചളിങ്ങിയിരിക്കണേ. എന്തായി? പതുക്കെ പതുക്കെ ഇറങ്ങി, മെല്ലെ മെല്ലെ ഇറങ്ങി, മെല്ലെ ഇറങ്ങി. ഇളക്കല്ലേ ഇളക്കല്ലേ പതുക്കെ മെല്ലെ. ആ ചേട്ടൻ പതുക്കെ പതുക്കെ. കാലൂന്നില്ലേ? എടുക്കണോ? എടുക്കാം. വീൽ ചെയർ എടുക്കണോ? തോളിലെടുക്കാലോ? കാല് കുത്തല്ലേ, നീര് വരും. എവിടെയെങ്ങാനും കൊണ്ടുവന്ന് നിർത്തിക്കവനെ. ശരീരം ഇളകരുത് എന്ന് പറയാട്ടോ. ഇവിടെ ഇരിക്കും. എന്ത് പറഞ്ഞു ഡോക്ടർ? എന്ത് പറഞ്ഞു? ഇരുന്നോ, അവിടെ ഇരുന്നോ. അതെ, അധികം നേരം നിക്കണ്ട. വലിയ പ്രശ്നമാണ് കേട്ടോ ഇത്. സൂക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമാവും. പിന്നെ ഷുഗറൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇവിടം വെച്ച് മുറിച്ച് മാറ്റേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു കാലില്ലെങ്കിൽ നമുക്ക് STD ബൂത്തെങ്കിലും എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തായിരുന്നു. ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്നാണ്. അടുത്ത ആഴ്ച ഡേറ്റ് പറഞ്ഞില്ലടാ ഓപ്പറേഷന്. എൻ്റെ അമ്മ ഇവന് ഒരു കുഴപ്പമില്ല. മര്യാദയ്ക്ക് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞ് ഇച്ചിരി ആ കമ്മ്യൂണിസ്റ്റ് വച്ച് ഉറച്ചു വയ്ക്കാൻ. ആടാ ഡോക്ടറെ മുമ്പ് നാണം കെട്ടെന്ന് പറഞ്ഞാൽ മതി. ആ ഷാനവാസ് ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിക്കണേ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ല, ഇത് ആയിരുന്നു? എത്ര പേരാണെന്ന് അറിയോ? ഇവന്റെ ഒരു ഒറ്റ പിടിപാട് കൊണ്ടാണ് ആദ്യം പിടിച്ച് കയറ്റിയത്. എന്ത് ജനം നിന്നറിയാമോ? അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മളെ വെള്ളം കണ്ടുകൊണ്ട് ഡോക്ടറെ പതൊക്കെ കൈയണിച്ച് കയറ്റി നോക്കിയിട്ട് അയാൾ ചിരിക്കുന്നു. ഇതെല്ലാം പോട്ട് ഒരു സിസ്റ്റർ വന്നൊരു TT എടുക്കാൻ വേണ്ടി TT എടുക്കണമെന്ന് പറയും. TT എടുക്കണമെന്ന് പോയപ്പോൾ അവൻ്റെ വിളിയും ബഹളവും കേട്ട് അവിടെ മറ്റേ കുറെ കൊച്ചു പിള്ളേർ പോളിയോ എടുക്കാൻ വന്നിരുന്നു. അതുങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിച്ച് കരഞ്ഞോണ്ടെന്നെല്ലാം വിളി നിർത്തി. അവൻ്റെ വിളി കേട്ടിട്ട് ഇഞ്ചക്ഷന്റെ സൂചി കണ്ടെങ്കിൽ തീർന്നു. പിന്നെ കഷ്ടം. എൻ്റെ ഹവീൽദാർ മാമ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ ഒരു പരാജയം ഇവൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വിജയങ്ങളായിരുന്നു. അളിയാ, ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കൊന്നും പേടിക്കാൻ തളരുകയും ചെയ്യരുത്. നീ ഞങ്ങളെയൊക്കെ കണ്ട് പഠിക്കും. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ വേണ്ട സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്നാൽ ജലബീരങ്കിയായ എന്ത് കണ്ണീർ വാതകമായ എന്താണെങ്കിലും നെഞ്ച് വിരിച്ച് നിൽക്കും. നീയേ നമ്മുടെ പാർട്ടിയിലോട്ട് വാ. കുറച്ച് ദിവസം നമ്മുടെ പാർട്ടിയിലൊക്കെ നിന്ന് ഈ പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിനക്കൊരു ധൈര്യമൊക്കെ പരിപാടിയാ. കഷ്ടം തന്നെ ഇങ്ങനെ ഒരു ലോക പരാജയം. അയ്യോ, ഇവനെയൊക്കെ ആണെന്ന് പറയാൻ നാക്കിന് മാത്രമേ ഉള്ളൂ. ഇവിടം വരെ കൊണ്ട് മനുഷ്യൻ അങ്ങനല്ലേ? ഞാൻ പണി ഇറങ്ങി വരുമ്പോ അവിടെ നിൽക്കൊണ്ട് സ്ലിപ്പായി പോയി. കഷ്ടം. കണ്ണി കരട് വീഴുമ്പോഴും നഖ ഓടിയുമ്പോഴും അല്ല, വലിയ അപകടം പറ്റുമ്പോ അമ്മ ജലപീരങ്കി വന്നാൽ സഹിക്കും, പിന്നെ കണ്ണീർ വാതകം വന്നാൽ തടുക്കും. 15 കൊല്ലാറ്റ് കയറി ഇറങ്ങുന്ന പടി കണ്ടില്ലേ? എന്തൊരു എടാ, നേരത്തെ എന്റെ കാലത്ത് മുറിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് കളിയാക്കി. ഇപ്പൊ എങ്ങനെയുണ്ട്? അവനോട് വരും പറയാൻ എന്റെ പാട്. Alien versus Alien.